പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ആസ്വാദനക്കുറിപ്പ്. 1942 ഇന്ത്യൻ എഴുത്തുകാരനായ പി കേശവദേവ് എഴുതിയ ഒരു മലയാള നോവലാണ് ഓടയിൽ നിന്ന്. പപ്പു എന്ന റിക്ഷക്കാരനാണ് നോവലിലെ നായകൻ. കേശവദേവിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന കൃതികളിലൊന്നാണ് ഈ നോവൽ. മലയാള കഥാസാഹിത്യത്തിലെ ഉള്ളടക്കത്തിലും കഥാപാത്ര രൂപീകരണത്തിലും പുത്തൻ മാനദണ്ഡങ്ങൾ പ്രയോഗിച്ച എഴുത്തുകാരിൽ കേശവദേവ് മുൻപന്തിയിലായിരുന്നു. മറ്റുള്ളവർക്ക് എഴുത്തിന് വിഷയമാവാതിരുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ചാണ് കേശവദേവ് എന്ന എഴുത്തുകാരന് നിരന്തരം എഴുതിയിരുന്നത്. മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തെണ്ടിയും റിക്ഷാക്കാരനുമൊക്കെ നടന്നു കയറിയത് കേശവദേവിൻ്റെ കൃതികളിലൂടെയാണ്. മനുഷ്യരുടെ വേദനകളാണ് എന്നും കേശവദേവിനെ അലട്ടിയിരുന്നത്. ഓടയിൽ നിന്ന് എന്ന നോവലിലെ മുഖ്യ കഥാപാത്രമായ പപ്പു ബാല്യം മുതൽക്കു തന്നെ ചുമട്ടുപണിയെടുത്തു തുടങ്ങി പല ജോലികളിലും ഏർപ്പെട്ടു. ഒരു നിമിഷവും വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു പപ്പു. അവസാനം റിക്ഷാപ്പണിയാണ് ഏറ്റെടുത്തത്. ഒരിക്കൽ ഒരു യാത്രക്കാരനുമായി റിക്ഷ വലിക്കുന്നതിനിടയിൽ റിക്ഷ തട്ടി ഒരു പെൺകുട്ടി ഓടയിൽ വീണു. പിന്നീട് അങ്ങോട്ട് പപ്പുവിൻ്റെ ജീവിതം നിരാലംബയായ ലക്ഷ്മിക്ക് വേണ്ടിയായിരുന്നു. അതോടെ പപ്പുവിൻ്റെ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ടായി. ലക്ഷ്മിയുടെ പഠനം, ഉയർച്ച. കടത്തിണ്ണയിലും റെയിൽവേ സ്റ്റേഷനിലും അന്തിയുറങ്ങിയ പപ്പു താമസം ലക്ഷ്മിയുടെ വീട്ടിലേക്ക് മാറ്റി. ലക്ഷ്മി വളർന്നു. പഠനത്തിലും പാട്ടിലുമൊക്കെ മികവ് പുലർത്തി. കാലം കഴിഞ്ഞപ്പോൾ പപ്പു അവശനായി. പഠിച്ചു വളർന്ന ലക്ഷ്മിക്കു റിക്ഷാക്കാരനായ പപ്പു കൂടെ നടക്കുന്നത് കുറച്ചിലായി. പക്ഷേ അമ്മ കല്യാണി അവളെ തിരുത്തി. രക്ഷകനായി വന്ന പപ്പുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പട്ടണത്തിലെ ഒരു ധനികൻ്റെ മകൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. പഠനം പൂർത്തിയായപ്പോൾ പപ്പു ലക്ഷ്മിയെ അയാൾക്ക് കല്യാണം ചെയ്തു കൊടുത്തു. അന്ന് രാത്രി പപ്പു വീട് വിട്ടിറങ്ങി. പപ്പുവിൻ്റെ ജീവിതത്തിനും ലക്ഷ്യമില്ലാതായിരിക്കുന്നു. സ്നേഹിക്കുന്ന കുടുംബത്തിനു വേണ്ടി തൻ്റെ സുഖദുഃഖങ്ങളെല്ലാം മറന്നും മാറ്റിവെച്ചും അവസാന നിമിഷം വരെ കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യുന്ന തൊഴിലാളിയുടെ കുടുംബനാഥൻ്റെ കഥയാണ് ഓടയിൽ നിന്ന്. ഒപ്പം ഐശ്വര്യങ്ങൾ കൈവരുമ്പോൾ ബന്ധങ്ങൾ മറക്കുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവവും അണയാത്ത സ്നേഹവും ഓർമ്മപ്പെടുത്തുന്നു.